ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായാലേ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട്, അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വ്ളോഗും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾ മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അപ്ലോഡ് ആക്കാനും എല്ലാം അങ്ങനെ ഭയങ്കര ഡിലേ ആയിപ്പോയി. അങ്ങനെ ഇത് എൻ്റെ ഡെലിവറിക്ക് മുന്നേ ഉള്ള ഒരു ദിവസേനു. അപ്പോൾ ഇപ്പോൾ മാഷാഅല്ലാ അൽഹംദുലില്ലാ ഡെലിവറി എല്ലാം കഴിഞ്ഞ് 11 ഇത് എഡിറ്റ് ചെയ്യുന്ന ടൈം 11 ദിവസമായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കണം. അങ്ങനെ ലാസ്റ്റത്തെ ഒരു ടെസ്റ്റും കാര്യങ്ങളും, ലാസ്റ്റ് മന്തിലെ ടെസ്റ്റും കാര്യങ്ങളും അങ്ങനെയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണൂരൊരു അപ്പോളോ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ടെസ്റ്റിന് റിസൾട്ടിന് വെയിറ്റ് ചെയ്യലും അങ്ങനെയെല്ലാം ആയിട്ട് കുറേ സമയം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ആയി എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഒരു ഫ്ലോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാം ക്ഷമിക്കുക. അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മോളുടെ പരിപാടി ഇതാണ് കേട്ടോ. മുടി അയക്കലും മുടി കെട്ടലും ഷൂ അയക്കലും ഷൂ ഇടലും അങ്ങനെ ടെസ്റ്റിൻ്റെ ടെസ്റ്റെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു ഫുഡ് കഴിച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വേറൊരു ടെസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിങ്ങനെ കണ്ട ഫാൻസിയിലും കണ്ട ഷോപ്പിലും എല്ലാം വെറുതെ അങ്ങ് കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. കണ്ണൂർ പ്ലാസക്കുള്ള സിറ്റി സെൻറ്ററിലാണ് കേട്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ അധികം ഷോപ്പൊന്നും ഇല്ല, കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉള്ള ഷോപ്പുകളെല്ലാം ജസ്റ്റ് അങ്ങനെ വെറുതെ കയറി അങ്ങനെ നോക്കുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇങ്ങനെ ചെറിയൊരു മാർക്കറ്റ് പോലെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഓരോ വീട്ടുകാരങ്ങനെ ആക്കുന്നതാണെന്ന് തോന്നുന്നത്. ഹിജാബ്, മെഹന്തി, പിന്നെ കുറച്ച് ജ്വല്ലറീസ് അങ്ങനത്തെ എല്ലാം സംഭവങ്ങൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ ടേബിളായിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന കാണുന്നുണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ അങ്ങനെയെല്ലാം ആയിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ തിരിഞ്ഞ് കളിച്ച് 1.5 മണിക്കൂറായി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായത്. അങ്ങനെ ഇതാണ് മോളുടെ പരിപാടി. എൻ്റെ ബാഗും ഒരു സാധനവും ആരെയും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വന്ന് കൊണ്ടു തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ സാധനവും ഞാൻ തന്നെ ചുമന്ന് നടക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് അവസ്ഥ. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്ത് ഫോട്ടോയൊന്നും എടുത്തിട്ടില്ല, വീഡിയോസെല്ലാം എടുത്ത് ഇവരിങ്ങനെ മാർക്കറ്റ് പോലെ സെറ്റാക്കുന്നുണ്ട. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് നമ്മളെ ഹജ്ജ് പെരുന്നാളിൻ്റെ തലേ ദിവസേനു. അപ്പോൾ കുറേ ദിവസമായി കേട്ടോ ഇത് എൻ്റെ ഗാലറിയിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം കൊണ്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാനെല്ലാം ഡിലേ ആയി പോയതാണ്. അങ്ങനെ പിന്നെ മോളെ ബേക്കുന്ന ഓർഡർ തന്നെയാണ് മെയിൻ പണിയെന്ന് പറയുന്നത്. അങ്ങനെ കുറേ അവൾ പറയുന്നത് പോയിട്ടില്ലെങ്കിൽ പിന്നെ ഇതാണ് അവസ്ഥ. നമ്മളെവിടെയാണ് കൊണ്ടുപോകുന്നത് അവിടെ കയറി പോകേണ്ടി വരും കേട്ടോ. പിന്നെ ടോയ്സിൻ്റെ ഒന്നും ഷോപ്പില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി കിട്ടൂലേനു. അങ്ങനെ ഓരോ ഷോപ്പിലും ഇങ്ങനെ ഇറങ്ങി കുറേ സമയം അങ്ങനെ പോയി. എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ ഫുള്ള് ഹോസ്പിറ്റലും ക്ലിനിക്കും അങ്ങനെയെല്ലാം ആയിട്ട് ഒരു ദിവസം ഫുള്ള് അങ്ങ് തീരും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫാസ്റ്റിങ്ങിലായിട്ടൊരു ടെസ്റ്റും പിന്നെ ഫുഡ് കഴിച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വേറൊരു ടെസ്റ്റും പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ടും. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു സമയം തന്നെ കുറേ ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം റിസൾട്ടും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 8 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ ഇറങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ടെസ്റ്റെല്ലാം ചെയ്തിട്ട് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഇവിടെ അധികം ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബോറടിയേനു. ഇവിടുന്ന് തന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലേനും പണി. പിന്നെ ഡോക്ടർ കുറച്ച് നടക്കാൻ പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ഒരു നടത്തലും കുറച്ച് എൻജോയ് ചെയ്ത് നടന്നതേ ഉള്ളൂ. അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മൾ ഗ്രീൻ സീ കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ ഗ്രീൻ സീ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എന്തെങ്കിലുമെല്ലാം വാങ്ങാണ്ട് ഇറങ്ങില്ല. അതുകൊണ്ട് ഗ്രീൻ സീ കയറണ്ടെന്ന് തീരുമാനിച്ചു തന്നതേനു. പിന്നെ വേറെ എവിടെയും കയറാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ലാസ്റ്റ് ഗ്രീൻ സീ തന്നെ എത്തി. അങ്ങനെ ഒരു ട്രോളിയും എടുത്ത് മോൾ അതിൽ സേഫാക്കിയിട്ട് ഇരുത്തി. അങ്ങനെയാണെങ്കിൽ പിന്നെ ബേക്കുന്നേ ഓടേണ്ട പണിയില്ലല്ലോ. അങ്ങനെ ഇതിൽ കുറേ സമയം ഇരിക്കില്ല കേട്ടോ, കുറച്ച് സമയം മാത്രമേ ഇരിക്കൂ. അങ്ങനെ ഫസ്റ്റ് തന്നെ ജംസിൻ്റെ മുട്ടായി കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഷോർട്സും ജംസും എടുത്തിട്ട് പൊളിച്ചു കൊടുക്കുമ്പോൾ അവർ പറഞ്ഞത് ബില്ലടിച്ചിട്ടേ പൊളിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന്. അങ്ങനെ അത് വേഗം ബില്ല് അടിച്ച് അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ അതും കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ട് ഇനി ആ ഒരു മുട്ടായെല്ലാം തീരുന്ന വരെ അനങ്ങാണ്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അതിന് ഉള്ളിൽ നമ്മൾ വാങ്ങേണ്ട സാധനങ്ങളെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ മെയിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വേണ്ട കുറച്ച് സംഭവങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു.
അങ്ങനെ ഇതാ ന്യൂ ബോൺ ഡയപ്പർ, പാമ്പേഴ്സ് ചെറിയ പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഫസ്റ്റ് തന്നെ വാങ്ങിക്കുമ്പോൾ ബൾക്കായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുട്ടിക്ക് അലർജി ഉണ്ടാക്കുമോ ഇല്ലയോ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചത്. അപ്പോൾ പാമ്പേഴ്സേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ മൂത്ത കുട്ടിക്ക് പാമ്പേഴ്സ് പ്രീമിയം കെയർ ആയിരുന്നു ഫസ്റ്റെല്ലാം യൂസ് ആക്കൽ. പാമ്പേഴ്സ് ഈ നോർമൽ പാമ്പേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഒരുമാതിരി റെഡ് റാഷ് ഒരു കുരു പോലെ ഉണ്ടാവലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പാമ്പേഴ്സ് യൂസ് ആക്കലില്ലേനു. അങ്ങനെ ഇതാ ഇപ്പോൾ അങ്ങനെ പാമ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വേണ്ട കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ നോക്കിയെടുത്തതാണ് കേട്ടോ. അങ്ങനെ പേർച്ചേസിനായിട്ട് വന്നതല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം പിന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മകളെല്ലാം കണ്ടാൽ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ഉള്ളിൽ പിങ്കും ബ്ലൂവും ആ ഒരു കളത്തിനുള്ള മഗ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സെറാമിക് ടൈപ്പാണ് കേട്ടോ. മേലത്തത് ഒരു വീണാൽ പൊളിയുന്ന ടൈപ്പ്, അങ്ങനത്തെ എല്ലാം പല ടൈപ്പ് കപ്പും ഇതെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ വെറുതെ വന്നതല്ലേ, അതുകൊണ്ട് എല്ലാം ഇങ്ങനെ നോക്കി പോക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഈ ഷോപ്പിലെല്ലാം ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സ്റ്റീലിൻ്റെ സെക്ഷനിലെല്ലാം പോയിട്ട് ഓരോ നോക്കുന്നുണ്ട്. പിന്നെ ഇതാ തുലിപ്സിൻ്റെ ഈ ഒരു വൈബ്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത് കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിന്. പിന്നെ ഈ ഒരു സോനം പപ്പടി ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന് ഞാനത് സോനം പപ്പടിയും ഈ ഒരു കേക്കും എല്ലാം എടുത്തു പോകുന്നത്. അപ്പോൾ എനിക്ക് മധുരം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, കുറച്ച് അങ്ങനെ കഴിക്കാൻ തോന്നലില്ല. എന്നാലും ഇവിടെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തതേ ഉള്ളൂ. പിന്നെ ഇതാ മോള് പിന്നെ മുട്ടാൻ്റെ സെക്ഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മനമൂലട്ട ഇത് ഓരോന്ന് എടുത്തിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറി വെക്കുന്നുണ്ട്. പിന്നെ വേണമെന്നും പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചിട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു കിൻഡർ ജോയിൻ്റെ ആ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കറിയുമ്പോഴും കൊടുക്കാൻ വിചാരിച്ചിട്ട് 2 എണ്ണം എടുത്തതാണ്. അങ്ങനെ ഇതാ അവിടെ നിന്ന് എല്ലാം പാക്കെല്ലാം ചെയ്ത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ നമുക്ക് കുറേ സ്ഥലത്തേക്ക് കയറി ഇറങ്ങാനുണ്ടല്ലോ. അപ്പോൾ എടുത്ത് നടക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവിടെ തന്നെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിന്. പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ നമ്മൾ നേരെ പോയിട്ടുണ്ടായത് കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ണിൻ്റെ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉമ്മാക്കും അനിയത്തിക്കും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ അവർ രണ്ടാളും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറിയ സമയത്താണ് കേട്ടോ അറിയുന്നത് ഇവിടെ ചെക്കപ്പിന് പൈസ വേണ്ട, ഫ്രീ ആണെന്ന്. അങ്ങനെ ഇതാ കണ്ണടക്കും അതിൻ്റെ ഗ്ലാസ് മാറ്റാനും അതിനെല്ലാം മാത്രമേ പൈസ വേണ്ടൂ കേട്ടോ. അങ്ങനെ ഇതാ ഉമ്മ ചെക്ക് ചെയ്ത് ഉമ്മാൻ്റെ ഗ്ലാസ്സിൻ്റെ പവറെല്ലാം മാറ്റി. അപ്പോൾ ഞാനും കൂടി ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചതിനും പിന്നെ വിചാരിച്ച് ലാസ്റ്റ് ഡെലിവറിയെല്ലാം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ചെയ്യാമെന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ ചെക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളിതാ എല്ലാം വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ പവർ മാറ്റം കൊടുത്തുകൊണ്ട് തന്നെ അതൊരു 1.5 മണിക്കൂറെല്ലാം ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് സിറ്റി സെൻറ്ററിലേക്കാണ്. അപ്പോൾ നമ്മൾ ബാക്കി പരിപാടികൾ നടക്കണമെങ്കിൽ ഇവിടേക്ക് തന്നെ പോകണമല്ലോ. അങ്ങനെ ഇതാ കയറുന്ന സമയത്താണ് ഇവിടെ മെഹന്തി സ്റ്റെൻസിലെല്ലാം കണ്ടത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റെൻസിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കുറേ വളകളും ബ്രേസ്ലെറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കളർ പോകുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ എടുക്കാൻ വേണ്ടി തോന്നിയിട്ടില്ല. അങ്ങനെ ഇതാ സ്റ്റെയിൻലെസ് സ്റ്റീലും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെല്ലാം കുറച്ചധികം റേറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്കൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഇതാ ഇവിടെ ഞാൻ എപ്പോഴും കയറുന്ന ഷോപ്പാണ് കേട്ടോ. ആ ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ചെറിയ റേറ്റിന് ഡ്രസ്സെല്ലാം കിട്ടും. അങ്ങനെ ഇതാ മോക്ക് കുറച്ച് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സെല്ലാം വാങ്ങിച്ചിട്ടുണ്ടേനു. നമുക്ക് അത്യാവശ്യം 1-2 പ്രാവശ്യം പുറത്തേക്കെല്ലാം പോകുമ്പോഴത്തേക്ക് പിന്നെ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അത്രയും നല്ല ക്വാളിറ്റിയും ഉണ്ട്, അത്രയും റേറ്റ് കുറവുമാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് ഈ ഒരു ഡ്രസ്സിനെല്ലാം കണ്ടാൽ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ടാഗ് തന്നെ 60 രൂപ എന്നുള്ളത്. അപ്പോൾ അത് പിന്നെയും കുറഞ്ഞിട്ട് 45-50 ആ ഒരു റേഞ്ചിലേക്കെല്ലാം ആവുന്നുണ്ട്. അങ്ങനെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ ഇവിടെ ഡ്രസ്സ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറേ അധികം ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ടും 500ൻ്റെ മേലിലായിട്ടില്ല. ഇതുപോലത്തെ പല ടൈപ്പ് ക്രോപ്പ് ടോപ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുണിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. പിന്നെ കണ്ട ഇതുപോലത്തെ ഫ്രോക്കിനെല്ലാം ആകെ 140 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇവരെ പ്രൈസ് ടാഗിലുള്ളതിനേക്കാളും വീണ്ടും കുറയും കേട്ടോ. അപ്പോൾ 120 രൂപ ആ ഒരു റേഞ്ചിലെല്ലാം നമുക്ക് കിട്ടുക. അങ്ങനെ ഇതാ കുറച്ച് ഫ്രോക്കും കുറച്ച് ടീഷർട്ടും അങ്ങനെ ലൈറ്റ് കുറേ അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇവിടുന്ന് നല്ല അഫോർഡബിളായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഡ്രസ്സെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ നേരെ നമ്മൾ ക്ലിനിക്കിലേക്ക് പോയിട്ടുണ്ടായിന് ബാക്കി പരിപാടികളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ മോളുടെ മുടി മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സലൂണിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ബ്യൂട്ടി പാർലറിൽ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്, ഇതുവരെ ഞാനിങ്ങനെ തിരക്ക് കണ്ടിട്ടില്ല. അപ്പോൾ പോയ പോലെ തന്നെ നേരെ തിരിച്ച് വന്നിട്ടുണ്ടായിന്. അപ്പോൾ പെരുന്നാളെല്ലാം ആകുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ പോയിട്ടുണ്ടായത്. നമ്മൾ പെരുന്നാളിൻ്റെ തലേന്നെടുത്ത വ്ളോഗാണല്ലോ ഇത്. അപ്പോൾ പറ്റിയിട്ടുണ്ടായിട്ടില്ല. എന്നിട്ട് പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ടേനും കേട്ടോ ആ മുടിയെല്ലാം ഒന്ന് ലെവലാക്കിയിട്ടുണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ലൈമ് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ നമ്മൾ ലൈമെല്ലാം കുടിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന്. അപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിലൊന്നും നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ആ ഫുഡ് കഴിക്കാണ്ട് ഇങ്ങനെ സഹിച്ച് നിൽക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട്. അങ്ങനെ ബേക്കറി നിന്നെല്ലാം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ ഉമ്മാൻ്റെ സ്പെക്സ് തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന്. പിന്നെ ഇതാ നമ്മൾ ഗ്രീൻസിലെ സാധനങ്ങളും കൂടി എടുക്കുന്നുണ്ടായിന്. അങ്ങനെ എല്ലാം കൊണ്ടും മൊത്തത്തിൽ കുറേ ലഗേജ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ കയ്യിൽ എല്ലാവരുടെ കൈയും ഫുള്ളി ഇതേനു സാധനങ്ങളേനു. അങ്ങനെ ഇതാ ബോള് കണ്ടിട്ട് പിന്നെ ബോള് വേണമെന്ന് കുറച്ച് കുൽമാലാക്കിയിട്ട് ബോളൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇതാ നമ്മൾ പോകുന്ന വഴിക്ക് മോക്കൊരു ചെരുപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ ഒരു ചെരുപ്പാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ ലൈറ്റ് കത്തുന്ന ടൈപ്പൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അധികം കറങ്ങി തിരിയാൻ മടുത്തു പോയിനേനു, അതുകൊണ്ടാണ് കറങ്ങി തിരിഞ്ഞ് അങ്ങനെ അധികം സെലക്ട് ആക്കാണ്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചത്. അങ്ങനെ പിന്നെ നേരെ ഓട്ടോ പിടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അധികം ഓട്ടോക്കാരും പോകുന്നില്ല എന്നിട്ട് ലാസ്റ്റ് കുറേ ടൈമായിട്ടാണ് കേട്ടോ ആ ഓട്ടോ കിട്ടിയിട്ടുണ്ടായത്. മൊത്തത്തിൽ കുറേ ടൈമായിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ടേനു ടൗൺ മൊത്തമായിട്ട്. അങ്ങനെ ഇതാ ലാസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്. ഡോക്ടറെ ചെക്കപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, വേറെ ഹോസ്പിറ്റലിൽ നിന്ന് ടെസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ പരിപാടിയെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ആ ഡോക്ടർ ഇതാ ലേബർ റൂമിൽ പോയിട്ടുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിന്. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കയറാൻ വേണ്ടി പറ്റി. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായത്. പിന്നെയല്ലേ കോമഡി, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മലയാറ്റൂർ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ അവിടെ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ, നല്ല അടിപൊളി സീ ഫുഡും നല്ല അടിപൊളി മീൽസും എല്ലാം ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ കയറുന്ന എൻട്രൻസിൽ തന്നെ കണ്ടാൽ നല്ലൊരു വലിയൊരു ഫിഷിൻ്റെ ഡമ്മിയെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടുത്തെ ഫുഡും എല്ലാം മൊത്തത്തിൽ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടേനു. അങ്ങനെ നേരെ ഓട്ടോ പിടിച്ചിട്ട് പുലരി റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അങ്ങനെ ഇവിടുന്ന് നമ്മൾ മൂന്നാളും ഫുഡെല്ലാം കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ ആ സമയം. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ സാധനങ്ങളെല്ലാം ഒരു ഷോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റും കൂടി ചെയ്യട്ടെ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.